നമസ്കാരം, ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് സുവോളജി, അതായത് നടന്ന ജൂലൈ 2024 നടന്ന സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അനാലിസിസ് ആണ്. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻസൈം does not digest any nutrients? Carboxypeptidase, enterokinase, lingual lipase, dextrinase. ഇതിൽ ഏതാണ് ന്യൂട്രിയൻസിനെ ഒന്നും ഡൈജസ്റ്റ് ചെയ്യാത്ത എൻസൈം എന്ന് പറയുന്നത്? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതായിരുന്നു? എന്ററോകൈനേസ് ആണ്. എന്താണ് എന്ററോകൈനേസ്? അപ്പോൾ നമ്മൾ വിചാരിക്കണം, അതായത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള ഓപ്ഷൻസിന്റെയും എന്താണ് വേറെ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ്, എന്താണ് എന്ററോകൈനേസ്? എന്ററോകൈനേസ് ഓൾസോ കോൾഡ് എന്ററോപെപ്റ്റിഡേസ് എന്ന് പറയുന്ന വേറൊരു പേരുള്ള എൻസൈമുകളെയാണ് നമ്മൾ എന്ററോകൈനേസ് എന്ന് പറയുന്നത്. അത് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഡിയോഡിനൽ മ്യൂക്കസ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഡിയോഡിനത്തിലെ മ്യൂക്കോസൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എൻസൈം ആണ് എന്ററോകൈനേസ്. എന്ററോകൈനേസിന്റെ മെയിൻ ഫംഗ്ഷൻ ഈസ് നോട്ട് ടു ഡൈജസ്റ്റ് ന്യൂട്രിയൻസ്. അതിന് എന്ത് ഫംഗ്ഷൻ അല്ല? ന്യൂട്രിയൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനല്ല, മറിച്ച് എന്താണ്? ആക്ടിവേറ്റ് അനദർ എൻസൈമുകളെ അടുത്ത, അതായത് അതിന്റെ ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമുകളാണ് എന്ററോകൈനേസ്. എക്സാമ്പിൾ, ഇനാക്റ്റീവ് ട്രിപ്സിനോജനെ ആക്റ്റീവ് ട്രിപ്സിനാക്കി മാറ്റാൻ ആരാണ് നോക്കുന്നത്? എന്ററോകൈനേസ് ആണ്. ഈ ട്രിപ്സിനാണ് പിന്നീട് പാൻക്രിയാറ്റിക് പ്രോട്ടിയേസിനെ ആക്ടിവേറ്റ് ചെയ്ത് ഡൈജസ്റ്റീവ് എൻസൈം ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്ററോകൈനേസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റർ എൻസൈം എന്നാണ് എന്ററോകൈനേസിനെ പറയുന്നത്. ഇനി അതിലെ ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? കാർബോക്സി പെപ്റ്റിഡേസ് ആയിരുന്നു. കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് ട്രിപ്സിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന, എന്താണ്? ട്രിപ്സിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പാൻക്രിയാസ് സെക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റിഡേസ് ആണ്. ആസിഡ്സിനെ, അതായത് പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു കാർബോക്സി പെപ്റ്റിഡേസ് ഉള്ളത്. അടുത്തത് ലിംഗ്വൽ. ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ പേരിൽ മനസ്സിലാവാം, ടങ്കിലാണ് ഈ പറയുന്ന എൻസൈം കാണുന്നത്. ഓർക്കുക, ടങ്കിലെ ഒരു ഗ്ലാൻഡ് ആണ് എപ്നേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ടങ്കിലെ ഗ്ലാൻഡ് എപ്നേഴ്സ് ഗ്ലാൻഡ് ആണ്. എപ്നേഴ്സ് ഗ്ലാൻഡ് എന്തിനായിരിക്കും? ഫാറ്റിന്റെ ഡൈജഷനിലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെക്സ്ട്രിനേസ്, പേരിൽ തന്നെയുണ്ട്, ഡെക്സ്ട്രിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. സോ ഇതില് ഏതാണ് ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ ഇല്ലാത്ത? എന്ററോകൈനേസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് അല്ലാത്തത് കണ്ടുപിടിക്കാന്. ദ മിയാൻഡ്രിക് നെർവ് പ്ലെക്സസ് കൺട്രോൾസ് പെരിസ്റ്റാൾസിസ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ ഒന്ന് ഓർക്കണം. മിയാൻഡ്രിക് നെർവ് പ്ലെക്സസ്, മിയാൻഡ്രിക് നെർവ് പ്ലെക്സസ് എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? നമ്മുടെ സ്റ്റൊമക്കിന്റെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ഇടയിൽ കാണുന്നതാണ്. പെരിസ്റ്റാൾസിസിനെ റെഗുലേറ്റ് ചെയ്യാൻ, മോട്ടിലിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ, മസിൽ ടോണിനെ റെഗുലേറ്റ് ചെയ്യാൻ ആര് വേണം? മിയാൻഡ്രിക് പൾസസ് ആവശ്യമാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തേത് ഏതാണ്? ഹെപ്പാറ്റിക് സൈറ്റ്സ്. ഹെപ്പാറ്റോസൈറ്റ് സെക്രീറ്റ് ബൈൽ ഇൻടു ഹെപ്പാറ്റിക് സൈനസോയിഡ്സ്. ഹെപ്പാറ്റോസൈറ്റ് ബൈലിനെ സെക്രീറ്റ് ചെയ്ത് ഹെപ്പാറ്റിക് സൈനസോയിഡ്സിലേക്കാണോ കൊടുക്കുന്നത്? അല്ല. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാം. സോ അതല്ല. അസറ്റൈൽ കോളിൻ, അടുത്ത് നോക്കുക. അസറ്റൈൽ കോളിൻ സ്റ്റിമുലേറ്റ്സ് ദ പാൻക്രിയാറ്റിക് അസനേറ്റ് ടു സെക്രീറ്റ് ദെയർ എൻസൈംസ്. അസറ്റൈൽ കോളിൻ പറയുന്നത് വാഗസ് നെർവിൽ നിന്നാണ് അസറ്റൈൽ കോളിൻ വരുന്നത്. അവിടെ പാൻക്രിയാസിന്റെ അസനാർ സെൽസ് ഉണ്ട്, അതായത് പാൻക്രിയാറ്റിക് സെൽസ് ആണ്. ആ സെൽസ് എൻസൈം റിച്ച് ആണ്. ആ സെല്ലുകളെ എൻസൈം സെക്രീഷൻ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? അസറ്റൈൽ കോളിൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് കോളിസിസ്റ്റൈൻ സ്റ്റിമുലേറ്റ്സ് ദ റിലീസ് ഓഫ് ബൈൽ ഇൻടു ഡിയോഡിനം. കറക്റ്റ് ആണ്. CCKയുടെ, അങ്ങനെയാണ് നമ്മൾ കോളിസിസ്റ്റോകൈനിൻ എന്ന് പറയുന്നത്. CCKയുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡറിന്റെ കോൺട്രാക്ഷൻ ആണ്, സ്ഫിങ്ക്റ്റർ ഓഫ് ഓഡിയുടെ റിലാക്സേഷനും, അങ്ങനെ ബൈല് കറക്റ്റ് ആയിട്ട് ഡിയോഡിനത്തിലേക്ക് എൻ്റർ ചെയ്യാനാണ്. സോ ഏത് ആൻസർ ആണ് റോങ്? ഹെപ്പാറ്റോസൈറ്റ്സ് secrete bile into hepatic sinusoids. എന്തായിരിക്കും?
ഹെപ്പാറ്റോസൈറ്റുകൾ ഡു സെക്രീറ്റ് ബൈൽസ്. ഹെപ്പാറ്റോസൈറ്റ്സ് ആണ് ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ആരിലേക്കല്ല? ഹെപ്പാറ്റിക് സൈനസോയിഡ്സിലേക്കല്ല. ബൈലിന്റെ ഓർക്കുക, ബൈലിൽ എങ്ങനെയാണ് ഹെപ്പാറ്റോസൈറ്റ്സ് ബൈലിനെ സെക്രീറ്റ് ചെയ്ത് ബൈൽ അത് കനാലിക്കുലയിലേക്ക് പോകുന്നു. അതിൽ നിന്നും ബൈൽ ഡക്ട്യൂൾസിലേക്ക് പോകുന്നു. പിന്നീട് ബൈൽ ഡക്റ്റിലേക്കും പിന്നീട് ഗോൾ ബ്ലാഡറിലേക്കോ അല്ലെങ്കിൽ ഡിയോഡിനത്തിലേക്കോ ആണ്. സൈനസോയിഡ്സ് എന്തിനു വേണ്ടിയാ? സൈനസോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കണ്ടെയ്ൻ ചെയ്യാനാണ്, ബൈൽ കണ്ടെയ്ൻ ചെയ്യാനല്ല. അതുകൊണ്ട് ഹെപ്പാറ്റോസൈറ്റ്സ് ഒരിക്കലും നെവർ ബൈല് സൈനസോയിഡ്സിലേക്ക് റിലീസ് ചെയ്യില്ല. കാരണം ബൈലും ബ്ലഡും കമ്പൈൻ ചെയ്യുന്നില്ല. സൈനസോയിഡ്സ് എന്ന പേരിൽ തന്നെ നമുക്കറിയാം അതിൽ ബ്ലഡ് ആണ് കമ്പോണന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റോങ്. അരിസ്റ്റോട്ടിൽസ് ലാൻഡേൺ ഈസ് ദ. ഈ പറയുന്ന അരിസ്റ്റോട്ടിൽസ് ലാൻഡൻ പേര് നമുക്ക് ഓർക്കണ്ടോ? അതായത് ഒരു മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ്, അതായത് ചൂയിങ് അപ്പാരറ്റസ് ആണ്. ഇത് പ്രധാനമായിട്ടും ആരിലാ കാണുന്നതെന്നാണ്. റാസ്പിംഗ് ഓർഗൻ ഇൻ ആപ്പിൾ സ്നെയിൽ, മാസ്റ്റിക്കേറ്ററി സ്ട്രക്ചർ ഇൻ സീ അർച്ചിൻ, ബയോലൂമിനസെന്റ് സ്ട്രക്ചർ ഇൻ സെൻസ് ഓർഗൻ ഇൻ പ്രോ. പേരിൽ മനസ്സിലായി, അരിസ്റ്റോട്ടിൽ ലാൻഡേൺ എന്ന് പറയുന്നത് മാസ്റ്റിക്കേറ്ററി സ്ട്രക്ചർ ഇൻ സീ അർച്ചിനിലാണ്. സീ അർച്ചിൻസിൽ കാണുന്ന ചൂയിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഓർക്കേണ്ടത് അരിസ്റ്റോട്ടിൽസ് ലാൻഡേൺ ഈസ് എ കോംപ്ലക്സ് മാസ്റ്റിക്കേറ്ററി, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചൂയിങ് അപ്പാരറ്റസ് ആണ്. അത് എവിടെ മാത്രമേ കാണുന്നുള്ളൂ? സീ അർച്ചിൻസിൽ അല്ലെങ്കിൽ ക്ലാസ് എക്കിനോയിഡയിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ് അരിസ്റ്റോട്ടിൽസ് ലാൻഡേൺ എന്ന് പറയുന്നത്. ഇതെല്ലാം ഓർത്തിരിക്കണം. 5 കാൽക്കേരിയസ് ടീത്ത് ഉണ്ട്. അതേപോലെ തന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മസിൽസും ഉണ്ട്. റോക്സിൽ നിന്നുള്ള ആൽഗേനെ പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടുള്ള കാൽക്കേരിയസ് ടീത്തും അസോസിയേറ്റഡ് മസിൽസും ഉണ്ട്. ഇനി റാസ്പിംഗ് ഓർഗൻ ഇൻ സ്നെയിൽസ് എപ്പോഴും എന്തായിരിക്കും? അതായത് സ്നെയിൽസിന്റെ റാസ്പിംഗ് ഓർഗന്റെ പേര് റാഡുലയാണ്. റാഡുല. ബയോലൂമിനസെൻസ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോഫോൾസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ കൊണ്ടാണ്. പ്രോൺസിന്റെ സെൻസ് ഓർഗൻ ഏതൊക്കെയാണ്? സ്റ്റാറ്റോസിസ്റ്റ് സെൻസ് ഓർഗൻ ആണ്, ആന്റിന സെൻസ് ഓർഗൻ ആണ്, അതേപോലെ തന്നെ കോമ്പൗണ്ടൈൻസ് ആണ്. സോ അരിസ്റ്റോട്ടിൽ ലാൻഡേൺ ഒരു മാസ്റ്റിക്കേറ്ററി ഓഫ് ക്ലാസ് എക്കിനോയിഡ്, സിയർച്ചിന്റെ മാത്രമല്ല ക്ലാസ് എക്കിനോയിഡയുടെ ഒരു മാസ്റ്റിക്കേറ്ററി ചൂയിങ് അപ്പാരറ്റസ് ആണ്. Identify the correct statements. By volume, blood usually contains more blood cells than plasma. Correct ആണോ അല്ലയോ നോക്കുക. ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? പ്ലാസ്മ ഉണ്ട്, അതേപോലെ തന്നെ ഫോംഡ് എലമെന്റ്സ്, അതായത് ബ്ലഡ് സെൽസ്. ഫോംഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് എന്ന് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ്? പ്ലാസ്മയാണ്. 55% പ്ലാസ്മയും ബാക്കിയുള്ള 45% എന്ത് പറയുന്നത്? ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഓർക്കണം, പ്ലാസ്മയിൽ തന്നെ 92% വാട്ടർ ആണ്, ബാക്കിയാണ് ഇലക്ട്രോലൈറ്റ്സ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കുക. ബൈ വോളിയം ബ്ലഡ് യൂഷ്വലി കണ്ടെയ്ൻ മോർ ബ്ലഡ് സെൽസ് ദാൻ പ്ലാസ്മ. പ്ലാസ്മയിൽക്കാളും കൂടുതൽ വോളിയം ഉള്ളത് ബ്ലഡ് സെൽസിനാണെന്നാണ് പറയുന്നത്. തെറ്റാണോ? തെറ്റാണ്. അടുത്തത്, മോണോസൈറ്റ് ഡിസ്ട്രോയ് പത്തോജനിക് മൈക്രോ ഓർഗാനിസം ബൈ ഫാഗോസൈറ്റോസിസ്. മോണോസൈറ്റ് എന്താണ്? മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ആയിട്ടുള്ള അഗ്രൂനലോസൈറ്റുകളാണ് മോണോസൈറ്റ്. ഈ മോണോസൈറ്റിന് എന്തിനുള്ള കഴിവുണ്ട്? മോണോസൈറ്റിന് മാക്രോഫേജസിന് ന്യൂട്രോഫില്ലുകൾക്ക്. പേരോർക്കുക, മോണോസൈറ്റ് മാക്രോഫേജുകള് ലൂക്കോസൈറ്റുകൾക്ക് ഓർഗാനിസത്തിനെ ഫാഗോസൈറ്റോസിസ് ചെയ്ത് അത് കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം, ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് ആർ ദ മോസ്റ്റ് അബണ്ടന്റ് WBC ഇൻ ബ്ലഡ്. അല്ല, ഈ പറയുന്ന WBCയുടെ കൗണ്ട് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയായിരുന്നു ഏറ്റവും ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? ന്യൂട്രോഫിൽസ് ആണ്. ന്യൂട്രോഫിൽസ് കഴിഞ്ഞിട്ടാണ് ലിംഫോസൈറ്റുകൾ, ലിംഫോസ് കഴിഞ്ഞിട്ട് മോണോസൈറ്റുകൾ, പിന്നീട് ബേസോഫില്ലുകൾ, പിന്നീട് ഈസ്നോഫില്ലുകളാണ്. സോ തേർഡ് സി ഓപ്ഷൻ തെറ്റാണ്. അടുത്ത് പറയുന്നത് അനീമിയ ഇസ് ഡ്യൂ ടു ദി ലോ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻ ബ്ലഡ്. അല്ല, അനീമിയ എന്തുകൊണ്ടാ? ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നുണ്ട്. അനീമിയയുടെ ഒരു ഫീച്ചർ ആണ് ലോ ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അനീമിയ ഉണ്ടാകുന്നത് അതുകൊണ്ടല്ല, RBCയുടെ കൗണ്ട് കുറയുന്നത് കൊണ്ടോ അയണിന്റെ കൗണ്ട് കുറയുന്നത് കൊണ്ടോ ആണ്. സോ ആൻസർ ബി ആണ്. ഓർക്കുക, മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ ലാർജ് അഗ്രാനുലോസൈറ്റുകളാണ്. ഫാഗോസൈറ്റോസിസ് പത്തോജൻസിനെ ഫാഗോസൈറ്റോസിസ് ചെയ്യാനുള്ള കഴിവാണ്. ഇനി അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മോണോസൈറ്റുകൾ ടിഷ്യൂസിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ, മോണോസൈറ്റുകൾ
കാരണം WBCക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഒരു സ്ഥലത്ത് നിന്നും RBCക്ക് ആ കഴിവില്ല. RBC ബ്ലഡ് വെസൽസിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ WBCക്ക് ആ പറയുന്ന ബ്ലഡ് വെസൽസിൽ നിന്നും ടിഷ്യൂസിലേക്ക് കടന്ന് അവിടെ മോണോസൈറ്റുകളാണ് മാക്രോഫേജസ് ആയിട്ട് മാറുന്നത്. അതും ഫാഗോസൈറ്റിസ് ആണ്. അത് ഓർക്കണം, മോണോസൈറ്റ് ആണ് മാക്രോഫേജ് ആയിട്ട് മാറുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതും നമ്മൾ ഈ പറയുന്ന ഗ്ലൈക്കോളിസിസിൽ മനസ്സിലാകുന്ന കാര്യമായിരുന്നു. അത്യാവശ്യം ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതായിരുന്നു. ഒന്ന് നോക്കുക. ഗ്ലൂക്കോകൈനേസ് ആൻഡ് ഹെക്സോകൈനേസ് ആർ ഇൻവോൾവ് ഇൻ ദി ഫോസ്ഫോറൈലേസേഷൻ ഓഫ് ഹെക്സോസ്. നിങ്ങളൊന്ന് ആൻസർ ഒന്ന് നോക്കുക. ഞാൻ പറയാണ് ഗ്ലൂക്കോകൈനേസ് ആൻഡ് ഹെക്സോകൈനേസ് ഇല്ലേ? ഗ്ലൂക്കോകൈനേസ് നമ്മുടെ ലിവറിലും ഹെക്സോകൈനേസ് നമ്മുടെ ടിഷ്യൂസിലും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോസ്ഫോറൈലേഷൻ ആണ്. ഹെക്സോസുകളെ, അതായത് ഗ്ലൂക്കോസ് പോലുള്ള 6 കാർബൺ കോമ്പൗണ്ട്സിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെ ഉത്തരം. സോ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ്. അടുത്തത്, ഹെക്സോകൈനേസ് ഹാസ് എ ഹയർ അഫിനിറ്റി ഫോർ ഗ്ലൂക്കോസ് ദാൻ ഗ്ലൂക്കോകൈനേസ്. നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോകൈനേസ് ലിവറിലാണ് കാണുന്നത്, ഹെക്സോകൈനേസ് എവിടെ കാണുന്നത്? ടിഷ്യൂസിലാണ്. നോക്കുക, അതുകൊണ്ട് ഓപ്ഷൻ ഡിയും കറക്റ്റ് അല്ലേ? ഗ്ലൂക്കോകൈനേസ് ഇവ ലിവർ ഐസോസൈം ഓഫ് ഹെക്സോകൈനേസ്. സോ 1 and 3 കറക്റ്റ്, 4 കറക്റ്റ് ആണ്. ഇനി 2 ആണോ 3 ആണോ കറക്റ്റ് എന്ന് നോക്കിയാൽ മതി. ഹെക്സോകൈനേസിനാണോ ഗ്ലൂക്കോകൈനേസിനാണോ അഫിനിറ്റി കൂടുതൽ? ഹെക്സോകൈനേസിന്റെ കേസ് പറയുമ്പോൾ Km വാല്യൂ, സബ്സ്ട്രേറ്റ് മാക്സിമത്തിലെ Km വാല്യൂ കുറവാണ്, മറ്റതിൽ Km വാല്യൂ കൂടുതലാണ്. ഇതും നോട്ട് ചെയ്ത് വെക്കണം. എൻസൈംസുമായിട്ട് റിലേറ്റ് ചെയ്യാം. Km വാല്യൂ കുറവാവുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് അഫിനിറ്റി എങ്ങനെയാണ്? സബ്സ്ട്രേറ്റിന് അഫിനിറ്റി കൂടുതലാണ്, മറ്റേതിന് സബ്സ്ട്രേറ്റിന്റെ അഫിനിറ്റി കുറവാണ്. സോ ഏത് ആൻസർ ആയിരുന്നു നല്ലത്? ഹെക്സോകൈനേസിനാണ് Km വാല്യൂ കുറവ്. ഹെക്സോകൈനേസിന് Km വാല്യൂ കുറവും ഹയർ അഫിനിറ്റി ഫോർ ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ട് ഹയർ അഫിനിറ്റി ആണ്. ഗ്ലൂക്കോകൈനേസിന് നേരത്തെ ഓപ്പോസിറ്റ് ആയിരുന്നു. സോ 1, 2, 4 ആണ് കറക്റ്റ്. നോക്കുക, ആൻസർ ഏതാണ്? 1, 2 and 4 ആണ്. ഗ്ലൂക്കോകൈനേസിന്റെയും ഹെക്സോകൈനേസിന്റെയും ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. എന്തിന്? ഹെക്സോസ് 6 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് എൻസൈമും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോളിസിസിന്റെ സമയത്ത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ടിഷ്യൂസിൽ ഹെക്സോകൈനേസും ലിവറിൽ അത് ഏതുമാണ്? ഈ പറയുന്ന ഗ്ലൂക്കോകൈനേസുമാണ്. ഗ്ലൂക്കോകൈനേസിനെ നമുക്ക് മറ്റൊരു പേര് പറയാം ഹെക്സോകൈനേസ് 4. ഇതാകെ കാണുന്നത് ലിവറിലും പാങ്ക്രിയാസിന്റെ ബീറ്റാ സെൽസിലുമാണ്. പിന്നെ ഓർക്കേണ്ടത് ഒരു കാര്യം, ഹെക്സോകൈനേസിന് Km വാല്യൂ കുറവാണ്, വൈൽ ഗ്ലൂക്കോകൈനേസിന് Km വാല്യൂ കൂടുതലാണ്. ഏതൊരു കേസ് എടുക്കോട്ടെ, Km വാല്യൂ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം അഫിനിറ്റി കൂടുതലാണെന്നാ. അതുകൊണ്ട് ഹെക്സോകൈനേസിനാണ് അഫിനിറ്റി ഹെക്സോസ് കണ്ടെയ്നിങ്, അതായത് ഗ്ലൂക്കോസ് ആയിട്ടുള്ള ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഹെക്സോസിനോട് അഫിനിറ്റി കൂടുതൽ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. ദ പേസ് മേക്കർ പൊട്ടൻഷ്യൽ ഓഫ് SA node is primarily due to slow influx of potassium, calcium, sodium ions, none of these. ഏതാണ് SA നോഡിന്റെ പേസ് മേക്കറിന്റെ പൊട്ടൻഷ്യൽ? SA നോഡിനെ റൈറ്റ് ഏട്രിയത്തിലാണ്. റൈറ്റ് ഏട്രിയത്തിലുള്ള സൈനോ ഏട്രിയൽ നോഡിനെയാണ് നാച്ചുറൽ പീസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അതിനെ പീസ് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷൻ ഓഫ് നെർവ്സ്, അതായത് ഈ പറയുന്ന ഹാർട്ടിന്റെ ഹാർട്ട് ബീറ്റിന് വേണ്ടിയുള്ള സിഗ്നലിന്റെ ട്രാൻസ്മിഷൻ നടത്തുന്നത് SA നോഡാണ്. ആര് കാരണമാണ്? ഏത് അയോൺസ് കാരണമാണ്? ഏതാണ്? സോഡിയം അയോൺസിന്റെ ഇൻഫ്ലക്സിലൂടെയാണ്. ദ പേസ് മേക്കർ ഓഫ് ദി SA നോഡ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ദി സ്ലോ ഇൻഫ്ലക്ഷൻ ഓഫ്, അതായത് സോഡിയം ഈ SA നോഡിലൂടെ, അതായത് ഫണ്ണി ചാനൽസ് ഉണ്ട്. ഫണ്ണി ചാനൽസ് എന്ന് പറയുന്നത് ഇഫ് ചാനൽസ് എന്നാണ് പറയുന്നത്. ഈ ഇഫ് ചാനൽസിലൂടെ സ്ലോ ഇൻഫ്ലോ, അതായത് സോഡിയം അയോൺസ് സ്ലോ ആയിട്ട് ഉള്ളിലേക്ക് കടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഡീപോളറൈസേഷൻ സംഭവിക്കുന്നു. ഡീപോളറൈസേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് പേസ് മേക്കർ പൊട്ടൻഷ്യൽ എന്ന് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഫണ്ണി കറന്റ്സ് എന്ന് പറയുന്നത്? കാരണം they open when the membrane potential become more negative, അതായത് നെഗറ്റീവ് ആവുന്ന മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉള്ളിൽ നെഗറ്റീവ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇഫ് ചാനൽസ് ഓപ്പൺ ആയി Na+നെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, ഇൻഫ്ലോ വരുത്തുന്നത്.
പിന്നീട് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തായിരുന്നു? പൊട്ടാസ്യം ആയിരുന്നു. പൊട്ടാസ്യം ഒരിക്കലും ഡീപോളറൈസേഷൻ അല്ല, റീപോളറൈസേഷന് വേണ്ടിയാണ് പൊട്ടാസ്യം. സോ അവർക്ക് കണ്ടക്ഷൻ സാധിക്കില്ല. കാൽഷ്യം അയോൺസ് എന്താണ്? കാൽഷ്യം അയോണുകൾ നമ്മുടെ പൊതുവെ ത്രെഷോൾഡ് വാല്യൂ, ആക്ഷൻ പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാൽഷ്യം, ഇൻഫ്ലക്സിനല്ല. പിന്നീട് ഏതായിരുന്നു ഉണ്ടായിരുന്നത്? നൺ ഓഫ് ദീസ്. അത് തെറ്റാലോ, സോഡിയം അയോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. The lymphoid organ that has both afferent and efferent lymphatic system. Tonsil, spleen, thymus, lymph node. ഏതിനകത്താണ് എഫറന്റ് ലിംഫാറ്റിക് വെസലും എഫറന്റ് ലിംഫാറ്റിക് വെസൽസും ഉള്ളത്? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണിത്. ഏതാ? ലിംഫ് നോഡാണ്. അതായത് ലിംഫ് നോഡ്സ് ആണ് ലിംഫോയിഡ് ഓർഗൻസിൽ തന്നെ. അതായത് ലിംഫോയിഡിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. That have both lymph nodes are the only lymphoid organ that have afferent lymphatic system. അതായത് നോഡ്സിലൂടെ അഫറന്റ് ആയിട്ടുള്ള ലിംഫാറ്റിക് വെസൽസിലൂടെ ലിംഫ് വന്ന് ലിംഫ് നോഡിലെ ഈ പറയുന്ന ആന്റിജൻസിനെ ബ്ലോക്ക് ചെയ്ത് അതേപോലെ തന്നെ എഫറന്റ് ലിംഫിനെ നോഡിലൂടെ തിരിച്ചു കൊണ്ടുപോകുന്നത്. കറക്റ്റ് ആയിട്ട് ലിംഫിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലിംഫ് നോഡിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോൺസിൽസിന് എന്തില്ല? അഫറന്റ് ലിംഫാറ്റിക് വെസൽസ് ഇല്ല. അവർക്ക് ഡയറക്ട്ലി ആന്റിജനെ കിട്ടുന്നത് എപ്പിത്തീലിയത്തിൽ നിന്നാണ്. അവർക്ക് എഫറന്റ് വെസൽസ് മാത്രമേ ടോൺസിൽസ് ഓപ്ഷൻ എക്കുള്ളൂ. സ്പ്ലീനിന് എന്തില്ല? ലിംഫാറ്റിക് വെസൽസേ ഇല്ല. അവര് ബ്ലഡിന് വേണ്ടിയാണ്, ലിംഫിനെ ഫിൽട്ടർ ചെയ്യാനല്ല. അവർക്ക് എന്തുണ്ട്? എഫറന്റ് ലിംഫാറ്റിക്സ്, അതായത് വേണ്ട, അതായത് പൊതുവെ അവർക്ക് ലിംഫാറ്റിക് വെസൽസ് ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഇനി തൈമസ് ആണെങ്കിൽ തൈമസിന് അഫറന്റ് ഇല്ല, എഫറന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അഫറന്റും എഫറന്റും ഉള്ള ഒരേ ഒരു ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ലിംഫ് നോഡ്സ് ആണ്. അടുത്തത് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതായത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ മോഡ് ഓഫ് ആക്ഷൻ അറിയാവുന്നവർക്ക് അറിയാവുന്ന ഇതായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് എ IgE മീഡിയേറ്റ്. ട്രൂ ആണോ? ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. IgE മാസ്റ്റ് സെല്ലും ബേസോഫിലിന്റെ എല്ലാം ആക്ടിവേഷനിലൂടെയാണ്. സോ അത് കറക്റ്റ് ആണ്. അടുത്തത് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് ആന്റിബോഡി ഡിപ്പെൻഡന്റ്. കറക്റ്റ് ആണോ അല്ലയോ? ആന്റിബോഡി, അതായത് ആന്റിബോഡി IgGയോ IgM ആന്റിബോഡീസിലൂടെയാണ് ഈ പറയുന്ന ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി വർക്ക് ആവുന്നത്. അടുത്തത് ടൈപ്പ് 3 ഒന്ന് ഓർത്ത് നോക്കിയേ. ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് എ ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് റിയാക്ഷൻ. അതായത് ഒരു ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്, മിക്കപ്പോഴും IgG ആണ്. അവർ ഈ പറയുന്ന ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നതാണ്. സോ അതും കറക്റ്റ് ആണ്. ഏത് ഓപ്ഷനാ റോങ്? ടൈപ്പ് 3യും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 4. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് ആൻ IgG മീഡിയേറ്റഡ് റിയാക്ഷൻ അല്ല, മറിച്ച് എന്താണ്? ടൈപ്പ് 4 എന്ന് പറയുന്നതിന് മറ്റൊരു പേരുണ്ട്, ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന. എന്തുകൊണ്ട് അതിനെ ഡിലേഡ് എന്ന് പറയുന്നത്? കാരണം അവർ സെൽ മീഡിയേറ്റഡ് ആണ്. അതായത് ഈ പറയുന്ന ഹൈപ്പർ സെൻസിറ്റീവ് വന്ന് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, സെല്ലിന്റെ പ്രോലിഫറേഷൻ വരണം. അതുകൊണ്ട് ടൈം കൺസ്യൂമിംഗ് ആണ് സെൽസിന്റെ പ്രോലിഫറേഷൻ. TH ലിംഫോസൈറ്റ് പ്രധാനമായിട്ടും TH1ന്റെയും സൈറ്റോടോക്സിക് T സെൽസും പ്രൊഡ്യൂസ് ചെയ്ത് സെൽ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എത്താനുള്ള താമസം കൊണ്ടാണ് ടൈപ്പ് 4നെ ഡിലേഡ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല? ആന്റിബോഡീസ് ഇൻവോൾവ് അല്ല. സോ ഓപ്ഷൻ 4 ആയിരുന്നു. ടൈപ്പ് 4 എന്താണ്? സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. Identify the correct statements regarding the regarding the immune system of the body. The spleen is the largest lymphoid organ in the man. Correct ആണോ അല്ലേ? Spleen is the largest lymphoid organ in man. അതായത് ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്പ്ലീൻ ആണ് മനുഷ്യന്റെ ലാർജസ്റ്റ് ലിംഫോയിഡ് ഓർഗൻ. അത് എപ്പോഴും പറയുന്നതാണ്. സ്പ്ലീൻ കഴിഞ്ഞിട്ടാണ് ലിംഫ് നോഡ് കഴിഞ്ഞിട്ടാണ് ടോൺസിൽസ്. ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാൻ, ഓൾഡ് RBCനെ ഡിസ്ട്രക്ട് ചെയ്യാനെല്ലാമാണ് സ്പ്ലീനിന്റെ ഫംഗ്ഷൻ.
The movement of leukocytes through the capillary is called diapedesis. നമ്മൾ പറഞ്ഞു leukocyte WBCക്ക് എന്തിനുള്ള കഴിവുണ്ട്? ബ്ലഡ് വെസൽസിൽ നിന്നും ടിഷ്യൂസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മൈഗ്രേറ്റ് ചെയ്യാനുള്ളതിനെ പറയുന്ന പേരാണ് ഡയാപെഡിസിസ് അല്ലെങ്കിൽ അതിനെ എക്സ്ട്രാവാസേഷൻ എന്നോ അല്ലെങ്കിൽ ട്രാൻസ്മൈഗ്രേഷനോ എന്ന് പറയാം. സോ അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. Histamine is secreted by both mast cells and eosinophil. രണ്ടും ഈ പറയുന്ന മാസ്റ്റ് സെല്ലും ബേസോഫിലും അലർജിക് റിയാക്ഷൻസിൽ ഇൻവോൾവ് ആണ്. അതായത് രണ്ടിലും ഹിസ്റ്റമിൻ റിച്ച് ഗ്രാന്യൂൾസ് ഉണ്ട്. അതായത് രണ്ടിലും ഹിസ്റ്റമിൻസ് ഉണ്ട്. കറക്റ്റ് ആണ്. ഇന്റർഫെറോൺസ് കിൽ പത്തോജനിക് ബാക്ടീരിയ. ശരിയാണോ അല്ലേ? ഇന്റർഫെറോൺസ് കിൽ പത്തോജനിക് ബാക്ടീരിയ. എന്തായാലും ഒരെണ്ണം തെറ്റാണ്. സോ ഇത് റോങ് ആണ്. ഇതായിരിക്കും 1, 2, 3 ഓൺലി ആണ് കറക്റ്റ്. എന്തുകൊണ്ടാന്ന് അറിയണ്ടേ? ഇന്റർഫെറോൺസ് എന്താ? ഇന്റർഫെറോൺസ് ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് ആന്റി വൈറൽ പ്രോട്ടീൻസ് ആണ്. അതായത് ഒരു സെല്ല് വൈറസ് ഇൻഫെക്റ്റഡ് ആയി, ആ വൈറസ് ഇൻഫെക്റ്റഡ് ആയി എന്ന് ഈ സെല്ല് മനസ്സിലാക്കിയാൽ തൊട്ടടുത്തുള്ള സെല്ലുകൾ വൈറസ് ഇൻഫെക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി ഈ സെല്ല് എന്ത് പറയും? ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് ഇന്റർഫെറോൺസ് ആയിട്ട്. ഇവർ ഇന്റർഫെറോൺസിനെ IFN ഇന്റർഫെറോണുകളെ സെക്രീറ്റ് ചെയ്യും. ഈ ഇന്റർഫെറോണുകൾ അടുത്ത സെല്ലുകളിലെ റിസപ്റ്ററിലേക്ക് ചെന്ന് ബൈൻഡ് ചെയ്ത് ഇനി വരുന്ന വൈറൽ പാർട്ടിക്കിൾസിനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഇതെന്താണ്? ആന്റി വൈറൽ ആണ്. ബാക്ടീരിയയ്ക്ക് വേണ്ടിയല്ല, വൈറൽ റിപ്ലിക്കേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ളവയാണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് MHC. ഇതിൽ MHC നെ പറ്റിയുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കണം. ആകെ എത്ര MHC ഉള്ളൂ? ക്ലാസ് 1 ഉള്ളൂ, ക്ലാസ് 2 ഉണ്ട്. ക്ലാസ് 2 MHC molecules are expressed on all nucleated cells. ആണോ? ക്ലാസ് 2 MHC molecules എവിടെ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തിരിഞ്ഞു പോകരുത്. ക്ലാസ് 1 MHC ആണ് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലും. ക്ലാസ് 2 MHCയില് APC ആന്റിജൻ പ്രസന്റിംഗ് സെൽസ്, അതായത് ഈ പറയുന്ന ഡെൻഡ്രൈറ്റുകൾ, മാക്രോഫേജുകൾ, ബി ലിംഫോസൈറ്റുകൾ, ആക്ടിവേറ്റഡ് ആയിട്ടുള്ള T സെല്ലുകളാണ് MHC2 മോളിക്യൂൾസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലാസ് 1 MHC ആണ് എന്തില്? ന്യൂക്ലിയേറ്റഡ് സെൽസിൽ എക്സ്പ്രസ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സോറി അടുത്ത ഓപ്ഷൻ പറയുന്നത് ക്ലാസ് 1 MHC കണ്ടി ഹെവി ചെയിനും ഉണ്ട്, ലൈറ്റ് ചെയിനും ഉണ്ട്. ഹെവി ചെയിൻ ആൽഫ ചെയിൻ ആണ്. ഹെവി ചെയിൻ ആൽഫ ചെയിനും ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത് β2 മൈക്രോഗ്ലോബുലിനുമാണ്. β2 മൈക്രോഗ്ലോബുലിൻ. ഇനി ക്ലാസ് 1 MHC മോളിക്യൂൾ പ്രസന്റ് ആന്റിജൻ ടു CD8+ T സെൽ. ഓർക്കണം, ക്ലാസ് 1 MHC CD8 അതായത് T സെല്ലുകൾക്കാണ്. ഏത്? TC സെല്ലുകൾക്കാണ്, സൈറ്റോടോക്സിക് സെല്ലുകൾക്കാണ്. ക്ലാസ് 2 MHC എവിടെയാണ്? ക്ലാസ് 2 MHC CD4+കൾക്ക് APC സെല്ലില്, അതായത് TH ഹെൽപ്പർ സെല്ലുകളിലാണ്. ക്ലിയർ ആയല്ലോ? സോ ഏതാണ് ഓപ്ഷൻ? തെറ്റ് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ക്ലാസ് 2 MHC ആർ എക്സ്പ്രസ്ഡ് ഓൺ ആന്റിജൻ പ്രസന്റിംഗ് സെല്ലുകളാണ്. പറഞ്ഞു എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലും ഇല്ല, ആന്റിജൻ പ്രസന്റിംഗ് സെൽസിൽ മാത്രമേ ഈ പറയുന്ന ക്ലാസ് 2 MHC മോളിക്യൂൾസ് എക്സ്പ്രസ് ആവുന്നുള്ളൂ. സോ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഓപ്ഷൻസ് മനസ്സിലാക്കി, ഓരോ ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ച് അത് കറക്റ്റ് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിങ്ങളായിട്ട് തന്നെ PYQ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻസ് നോക്കുകയും ചെയ്യണം. ബാക്കി കറക്റ്റ് ഓപ്ഷൻ മനസ്സിലാക്കുകയും ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ സെക്ഷനിൽ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിലെ PYQ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിൽ ബാലൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.